ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഇപ്പോൾ എന്തില്ല എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം എന്തുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് താങ്ക്ഫുൾ ആവുക. എസ്പെഷ്യലി നമ്മളിപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നമ്മളെ ലൈഫ് ഓല ലൈഫായിട്ട് മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് കമ്പാരിസൺ നടത്തണം. അതായത് ഓരോ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഹാപ്പിനെസ് ആയ സ്റ്റോറി പോസ്റ്റൊക്കെ കണ്ടിട്ട് നമ്മളെ ലൈഫിനെ ബാഡായി നമ്മളെ ലൈഫിനെ നമ്മളെ ഹെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു അവയർനെസ് കിട്ടും. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട്, നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റഫുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ഇല്ലേ, ആ സംഭവത്തിനെ കുറിച്ച് നമ്മളെ ബ്രെയിൻ ഒരു ക്ലാരിറ്റി കിട്ടും. ബ്രെയിൻ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ ലൈഫ് സെറ്റാണ്, നമ്മുടെ ലൈഫിൽ ബെറ്ററാണ്, നമുക്ക് കുറേ സംഭവങ്ങൾ അലോക്കേഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് റിസോഴ്സസൊക്കെ കുറേ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളൊരു ക്ലാരിറ്റി നമ്മുടെ ബ്രെയിനിന് കിട്ടുമ്പോൾ എന്താവും, ഈ ഒരു മെൻ്റലി ഫ്രസ്ട്രേഷൻ ആ ഫുള്ള് കമ്പാരിസൺ ചെയ്ത് നമ്മളെ തന്നെ ലൈഫിനെ ഹെയ്റ്റ് ചെയ്യാതെക്കും. അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിൻ്റെ ബെനിഫിറ്റ്. അതായത് നമ്മൾ ഡെയിലി ഇങ്ങനെ താങ്ക്ഫുൾ ആകുമ്പോൾ എനിക്ക് ഇതുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, എനിക്ക് നല്ല ഡ്രസ്സ് ഉണ്ട്, നമ്മൾ ഉള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ അതായിട്ട് അഡാപ്റ്റ് ആവാൻ തുടങ്ങും. ആൻഡ് നമ്മുടെ ലൈഫിൽ ഒന്നും കൂടി ഹാപ്പിനെസ് നല്ല രീതിക്ക് ലോങ് ടൈമായി നിൽക്കാനും സഹായിക്കും.